അഡ്വന്റിസ്റ്റ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നോമ്പുകാലങ്ങളിൽ നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തില് 20-ാമത്തെ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നമ്മളുടെ ഈ ലോക ജീവിതത്തില് ഇതുപോലെ കടന്നു പോകുന്ന ഈശോയുടെ അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് തന്നെ നമ്മളോടും ഈശോ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും സത്യസന്ധമായി നിലകൊള്ളുമ്പോഴും ഈ ലോകത്തിന്റെ പലവിധ പീഡനങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുവാനിടയാകുമ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഇത് സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈശോ അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ലോകം സന്തോഷിക്കും. ആ സമയങ്ങളിൽ ലോകം നമ്മെ ഓർത്ത് ഒരുപാട് സന്തോഷിക്കും. വീണ്ടും ഈശോ പറയുന്നു, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അപ്പോൾ ലോകത്തിന്റെ സന്തോഷം എത്രത്തോളം നിസ്സാരമാണ്, ഏറ്റവും നിസ്സാരമായി ക്ഷണികമായി കടന്നു പോകുവാൻ എൻ്റെ വിശുദ്ധമായ സഹനങ്ങൾക്ക് സാധിക്കുമെന്ന് ഈശോ നമ്മളോട് പറയുമ്പോൾ വ്യക്തമായി ഈ വചനം നമ്മൾ മനസ്സിൽ കോറിയിടണം. എൻ്റെ എന്നുള്ള എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും ദൈവത്തിന്റെ മഹത്വത്തെയും ഉത്ഥാന രഹസ്യത്തോടും ചേർത്ത് വെച്ചാണ് എനിക്ക് സന്തോഷം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ ലോക ജീവിതത്തില് സങ്കടങ്ങളും വേദനകളും നിന്ദനങ്ങളും രോഗങ്ങളും പലവിധ അപമാനങ്ങളും നിസ്സഹായതയും ദാരിദ്ര്യവും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു അടിമയെ പോലെ ജീവിക്കേണ്ടി വരുന്നത്, ഒരു അവകാശവുമില്ലാതെ ഒരു അധികാരവുമില്ലാതെ നിസ്സഹായതയിൽ ദാരിദ്ര്യത്തിന്റെ പലവിധ ദുഃഖങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ടി വരുന്നത്, രോഗങ്ങളുടെ ഭീകരതയുടെ സങ്കടങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളിലും അപമാനങ്ങളിലും ഒക്കെ ആയിരിക്കേണ്ടി വരുന്നത് എല്ലാം ഒന്നിലേക്ക് മാത്രമാണ് യേശു ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉത്ഥാന രഹസ്യത്തിലേക്ക്, ക്രിസ്തുവിന്റെ സന്തോഷത്തിലേക്ക്, ക്രിസ്തുവിന്റെ ആനന്ദത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഈ ഒരു അനുഗ്രഹ സഹനങ്ങളിൽ കൂടി, വിശുദ്ധ സഹനങ്ങൾ കൂടി ദൈവം നമ്മൾക്ക് ഒരു വഴികാട്ടിയായി ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ലോകം ഇതൊക്കെ നോക്കി പറയും, നീ ദൈവത്തെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട്, നീ ദൈവത്തോടടുത്ത് ജീവിച്ചിട്ട്, പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവസ്നേഹത്തെ പ്രതിയും ഒത്തിരി ത്യാഗങ്ങളും സങ്കടങ്ങളും വേദനകളും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചിട്ട്, സ്വയം പരിത്യാഗം ചെയ്തിട്ട്, സ്വയം ശൂന്യവൽക്കരിച്ചിട്ട് ഒത്തിരി കടന്നുപോയ സങ്കടങ്ങൾ എന്തിനാണ് എന്ന് ലോകം പലവിധ അവസ്ഥകളിൽ കൂടി സാഹചര്യങ്ങളിൽ കൂടി നമ്മളെ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കുവാൻ അവനിടയാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം സത്യവും സ്നേഹവും ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണെങ്കിൽ ദൈവം നൽകുന്ന ആനന്ദത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. ഈ ഒരു അനുഗ്രഹത്തിന്റെ കൃപയാണ് ഈശോ ഈ വചനം കൂടി നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ധ്യാനിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ ഓരോ യാത്രകളിലും, ഓരോ ശ്വാസങ്ങളിലും, ഓരോ ദിനങ്ങളുടെ ഓരോ നിമിഷങ്ങളും ദൈവം വലിയ വിശ്വസ്തയോടുകൂടെ നമ്മളെ കാത്ത് സംരക്ഷിക്കുന്നുണ്ട്, നമ്മളെ പരിപാലിക്കുന്നുണ്ട്, നമ്മളെ നയിക്കുന്നുണ്ട്. നമ്മളുടെ ജീവനെ ദൈവത്തിന്റെ കരങ്ങളിലാണ് കൊണ്ട് നടക്കുന്നതെന്ന് ഈ സഹനങ്ങള് സങ്കടങ്ങളിലും ഒക്കെ കാണുവാനായിട്ട് സത്യത്തിന്റെ ആത്മാവ് തന്നെ നമ്മളെ സഹായിക്കണം. ഈ ലോകത്തിന്റെ അരൂപി ഒരിക്കലും നമ്മളെ സഹായിക്കില്ല. ഈ ലോകത്തിന്റെ അരൂപി നമ്മൾ ഒരിക്കലും നമ്മളെ പഠിപ്പിക്കില്ല. ഒരു കാര്യവും നമ്മളുടെ ദൈവിക കാര്യങ്ങളിലേക്ക് കണ്ണും ഹൃദയവും ഒന്ന് ആഴപ്പെടുവാനായിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ലോകം ഒരു ഉപദേശവും നമുക്ക് നൽകില്ല. കർത്താവായ ഈശോ വചനത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്, അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ, വിശ്വാസത്തിനൊരു വെളിച്ചം ഉണ്ടാകുമ്പോൾ, സ്നേഹത്തിനൊരു ആത്മാർത്ഥതയും ഒരു ദൈവികമായ ഇടപെടലുകളും ദൈവിക വിചാരത്തോടു കൂടി നമ്മുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ അവിടെയാണ് ഈ വചനങ്ങളൊക്കെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നോമ്പുകാലത്ത് കിട്ടുന്ന ഏറ്റവും ചെറിയ സഹനങ്ങൾ പോലും ഒട്ടും തന്നെ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവകൃപയോട് ഐക്യപ്പെടുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ.